കേരള സ്റ്റോറിയുടെ ട്രെയിലർ നമ്മൾ കണ്ടു കാണും. ഒരു കുട്ടീനെ നിർബന്ധിച്ച് ബീഫ് കൊടുക്കുകയാണ് വായിൽ കയ്യും കാലൊക്കെ പിടിച്ചിട്ട്. പണ്ട് എൻ്റെ അമ്മ എന്നെ കഫ് സിറപ്പ് തന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഇതൊരു പ്രൊപ്പഗാൻഡയ്ക്ക് എടുക്കുന്നൊരു മൂവി ആണെങ്കിലും നമുക്ക് നാഷണൽ അവാർഡൊക്കെ വാങ്ങാനുള്ളതല്ലേ, കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്കെടുക്കായിരുന്നു. I love the audacity of that Northeast Sangi to create a scene like this and lecturing us that we Keralites are in trouble. We are not in trouble, we are the trouble. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ചിലപ്പം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല. ആ കുട്ടിക്ക് അങ്ങനെ ബീഫ് കൊടുത്താൽ ആരായാലും കഴിക്കുമോ? ഒന്നുകിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു പഴംപൊരിയെങ്കിലും വേണം. പിന്നെ നമ്മുടെ നാട്ടിൽ കൊളസ്ട്രോൾ കൂടി വരികയാണല്ലോ, അതിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ഒരു സീൻ ഇറക്കിയത്. ആയിക്കൂടാന്നില്ലല്ലോ. സിനിമ എടുക്കുന്നതിന് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ബ്രാൻഡിങ് എ ഫിക്ഷൻ ആസ് എ ലൊക്കേഷൻ സ്പെസിഫിക് ട്രൂത്ത് ക്രിയേറ്റ്സ് എ മിസ്ലീഡിങ് ഇമേജ്. പ്ലീസ് നോട്ട് ദാറ്റ്. കഴിക്കാത്ത ആൾക്കാരെ അറിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ബീഫ് കഴിക്കില്ല, പോർക്ക് കഴിക്കില്ല, ഞാൻ ഇതൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കാലത്ത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മുൻചാണ്ടും കൂടി കരാമയിലുള്ള ആരാമത്തിലത്തെ പൊറോട്ടയും ബീഫും കഴിക്കാനാണ് പോകാറുള്ളത് മെയിനായിട്ട്. പിന്നെ ഇതുപോലെ കേരളത്തിൽ ഫ്രീ ആയിട്ട് വയൽ കുത്തിക്കയറ്റി ബീഫ് തരുന്ന സ്ഥലമുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തരണം. ഞങ്ങൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നില്ലാതെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കും. അതാണ് ഞങ്ങൾ മലയാളീസ്. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. സോറി.